ഹായ് ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ കറി ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ. അതിനുള്ള വെജീസും കാര്യങ്ങളെല്ലാം തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പും മസാലപ്പൊടികൾ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാം. ഇന്ന് എൻ്റെ ചെറിയ സിസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് 7 മണിക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതാ ചായക്കുള്ള വെള്ളം തളിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഷുഗറും ടീ പൗഡറൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതാ ദോശയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചരി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളവും അരിപ്പൊടിയും തേങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ മക്കൾ മദ്രസയിൽ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവർ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ദോശ ചുട്ടെടുക്കണം. ഇനി ഇതാ ആയ പാത്രങ്ങൾ സിങ്കിൽ നിറച്ച് വെക്കാതെ അപ്പോൾ തന്നെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ്. ഇതാ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങളിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ സിസ പോകാൻ റെഡി ആയിട്ടുണ്ട്. അവളെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലൊന്ന് ആക്കി കൊടുത്തു. വീണ്ടും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് തേങ്ങയൊക്കെ ചിരവി വെക്കണം. അപ്പോൾ തേങ്ങ എല്ലാം കുറച്ചധികം ചിരവിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറാണുള്ളത്. ഇതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഇതാ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് മേക്ക് ചെയ്തിടണം. ഇനി ഫ്ലോറൊക്കെ ഒന്ന് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്തിടണം. പിന്നെ അതാ ഞാനും മാതിൽക്കും കൂടെ പ്ലാന്റ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു പ്ലാന്റ് മോശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ടൊരു പ്ലാന്റ് വാങ്ങിക്കാൻ പോയതായിരുന്നു. ഈ ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് തന്നെയായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ സെയിം ആ ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെയും വാങ്ങിയത്. പിന്നെ ഞങ്ങൾ 1-2 ഫ്രൂട്ട്സിൻ്റെ തൈകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലക്കി ബോംബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഈ ഒരു ഷോപ്പ് വരുന്നത് മലപ്പുറം മുണ്ടുപറമ്പിലാണ്. ഇവിടെ ഒരുപാട് പ്ലാന്റ് കളക്ഷൻ ഉണ്ട്. നല്ല നല്ല ഫ്രൂട്ട്സിൻ്റെ തൈകളും അതുപോലെ ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, പലതരം ഫെർട്ടിലൈസറും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇത് മണി പ്ലാന്റിൻ്റെ 3 വെറൈറ്റീസാണ്. ഒരു യെല്ലോ ലീഫ് ഉള്ളതിന് 30 റുപ്പീസും മറ്റേത് രണ്ടിനും 50 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.